സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് വളാഞ്ചേരിയിലാണ് കേട്ടോ. ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഈ വീടിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഹോം ഓട്ടോമേഷൻ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. പല ഭാഗങ്ങളായിട്ട് ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട്. എക്കോസ്മാർട്ട് പറഞ്ഞിട്ടുള്ള ടീമാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഓഫീസ് വരുന്നത് വണ്ടൂരാണ്. നമുക്ക് ഈ വീടിന്റെ കാഴ്ചകളും അതുപോലെ തന്നെ ഓട്ടോമേഷനുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ ചോദിച്ചറിയാം. കിച്ചണിൽ നിന്ന് തുടങ്ങാം. ഗേറ്റ് നമുക്ക് മൊബൈലിൽ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ വഴി സ്വിച്ച് ഉപയോഗിച്ചിട്ട് ഗേറ്റ് തുറക്കാൻ പറ്റുമോ? രണ്ടും ഓപ്ഷനുകളും ഉണ്ടോ? അകത്തൊരു ബെൽ സ്വിച്ച് ബട്ടൺ ഉണ്ട്, ബെൽ സ്വിച്ച്, റിമോട്ട് ഉണ്ട്. അതേപോലെ മൊബൈലിൽ നമുക്ക് ഇതുണ്ടോ ഓപ്പൺ ചെയ്യാൻ പറ്റും. ആളുകൾ ഉണ്ടാവുമ്പോ ഇത് നിക്കൂലേ? അത് ക്ലോസ് ചെയ്യുന്ന ടൈമിലാണ്. ക്ലോസ് ചെയ്യുന്ന സമയത്താണ് അങ്ങനെയുള്ളത്. ഇത് കണ്ടോ, ഇപ്പൊ നമ്മളിത് സ്റ്റോപ്പ് ചെയ്തു മൊബൈൽ തന്നെ. ഇനി നമുക്ക് അതേപോലെ ക്ലോസ് ചെയ്യുന്ന ടൈമിൽ ഇതാണ് ഫോൺ പിടിച്ചോളൂ. ഞാനിവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് സ്റ്റോപ്പായി അങ്ങോട്ട് തന്നെ റിട്ടേൺ പോകും. അതുകൊണ്ട് അപകടങ്ങൾ കുറവാണ്. സെൻസർ ഉണ്ടായതുകൊണ്ടാണത്. ഓക്കെ, ഈ സ്വിംഗിങ് ഇതാണ് വരുന്നത്. രണ്ട് ഭാഗത്തായിട്ടാണ് മോട്ടോർ വരുന്നത്. രണ്ട് സൈഡിലും മോട്ടർ ഉണ്ട്, രണ്ട് സൈഡിലും സെൻസർ ഉണ്ട്. ഇതിന്റെ മെഷീനറി ഒക്കെ വരുന്നത്, ബാക്കി പാനൽ ബോർഡ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിന്റെ പുറകിലായിട്ടാണ്. ഇതാണ് ഇതിന്റെ പാനൽ ബോർഡ് കാര്യങ്ങൾ വരുന്നത്. നമ്മളെ കമ്പനിക്ക് എല്ലാ ഓട്ടോമേഷൻ ചെയ്ത് കൊടുക്കും. ഇറിഗേഷൻ ചെയ്തിട്ടുള്ളത് ഈ ലാൻഡ്സ്കേപ്പിംഗ് ഏരിയയിലാണ്. ഇത് നമുക്ക് മൊബൈലിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ ഇതിന്റെ ടൈം 7 മണി മുതൽ 7:10 വരെ ഇതിന്റെ ഈ പുല്ല് നനക്കണത്. പിന്നെ ഈ ചെടികൾക്കൊക്കെ സെപ്പറേറ്റ് വേറെ ഒരു ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അപ്പുറത്തുള്ള ഭാഗം 7:30, അങ്ങനെ ഓരോ ടൈമാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പോപ്പുകളാണല്ലേ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് എത്ര എണ്ണമാണ് ഉള്ളത്? ഇവിടുത്തെ 1.5 HP മോട്ടറാണ്. ഇതിന് 8 പോപ്പപ്പ് വരെ കൊടുക്കാം നമുക്ക് ഒരു ട്രിപ്പില്. ഇവിടെ 6 കൊടുത്തേക്കണത്. അതുകൊണ്ട് നല്ല പ്രഷറിൽ വർക്ക് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടല്ലേ? ഉണ്ട്. അപ്പുറത്ത് ഭാഗത്ത് വെച്ചേക്കണ വേറെ ടൈപ്പ് പോപ്പപ്പ് ആണ്. ഓക്കെ, ഈ ഇറിഗേഷന് വെള്ളം വരുന്നത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കിണറിൽ നിന്നാണ്? അതെ, ടാങ്കിലേക്ക് കയറൂല. നമ്മളിത് ടൈം സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. ഇതിന്റെ വാൾവ് ഏത് ടൈമിലാണ് ഓൺ ആവണത് അതിന് 10 സെക്കൻഡ് ശേഷം മോട്ടോർ ഓട്ടോമാറ്റിക് ഓൺ ആയിട്ട് ആ ടൈം വരെ വർക്ക് ചെയ്തോളും. ഇതിനകത്ത് നമ്മൾ ട്രിപ്പാണ് ചെയ്തേക്കണേ. കാരണം ഒരുപാട് ചെടികൾ ഉണ്ടായ കാരണം എല്ലായിടത്തും വെള്ളെത്താൻ വേണ്ടിയിട്ട് ട്രിപ്പ് ചെയ്തേക്കാണ്. പോപ്പപ്പ് വെക്കാൻ കഴിയൂല. അതെ, അടുത്തടുത്തായതുകൊണ്ട് ട്രിപ്പ് ചെയ്തേക്കാണ്. പോപ്പപ്പ് ഇവിടെയാണ് വെച്ചേക്കണത്. പിന്നെ ആ ഭാഗത്തായിട്ട് വരുന്ന അതിനെന്താണ് പേര്? അത് ഡാൻസിങ് പോപ്പപ്പ് സ്പ്രിംഗ്ലർ ആണത്. അത് രണ്ടും ഒരുമിച്ചാണോ വർക്ക് ചെയ്യുക? അത് രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യും. പിന്നെ വേറെയുള്ള ടൈമിൽ പോപ്പപ്പ് വർക്ക് ചെയ്യും. പിന്നെ ഈ ചെടികൾക്ക് വേറെ സെപ്പറേറ്റ് ഉണ്ട്. ഓരോ ചെടികൾക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. പൂളിന്റെ ഭാഗത്തായിട്ടും ആ സൈഡിലായിട്ടും ഒക്കെ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പോപ്പപ്പ് ചെയ്തിട്ടുണ്ട്. വീടിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇറിഗേഷന്റെ ഫുൾ സെറ്റിംഗ്സും കാര്യങ്ങളും വരുന്നത്. അതുപോലെ തന്നെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇതിന്റെ പ്രവർത്തനം ഇത് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം. പിന്നെ ഇത് എങ്ങനെയൊക്കെയാണ് ഇവിടെ നിന്നാണ് പ്രവർത്തിക്കുന്നത്? ഇതിന്റെ ഓൺ ആക്കലും ഇതൊക്കെ മൊബൈലിനായിട്ട് കണക്ട് ആണ്. ഇതിനൊക്കെ ഓരോ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടൈം ആകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ഓൺ ആവുകയും ചെയ്യും. ഇത് ഓരോ ഭാഗത്തുള്ളതാണ്. ഓരോ ഇതിപ്പോ നമ്മളെ ഈ ഫ്രണ്ടിലെ പോപ്പപ്പ്, അപ്പുറത്ത് അതിന്റെ ചെടിക്കുള്ളത്, ഇത് കഴിഞ്ഞിട്ട് സ്വിമ്മിംഗ് പൂളിന്റെ ഭാഗത്തുള്ള പോപ്പപ്പിനുള്ളത്, അവിടുത്തെ ചെടിക്കുള്ളത്, ഇത് കിച്ചൺ സൈഡിലുള്ളത്, അങ്ങനെ ഓരോന്നും സെറ്റ് ചെയ്തേക്കാം. ഇത് മാത്രമല്ല, നമുക്ക് ഇത് ജസ്റ്റ് മാനുവലായിട്ട് ഇവിടെ വന്നിട്ട് ഓപ്പൺ ചെയ്യണ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വാൾവ് ഓണായി 10 സെക്കൻഡ് കഴിഞ്ഞാൽ മോട്ടോർ ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആവും. ഇപ്പൊ അത് 10 സെക്കൻഡ് ആവണം. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് മോട്ടോർ ഓൺ ആയി. കണ്ടോ, 10 സെക്കൻഡ് ആയപ്പോൾ മോട്ടോർ ഓൺ ആയി. ഇപ്പൊ അവിടെ നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടോർ ഓഫ് ആവുകയും ചെയ്തു. അങ്ങനെയും ചെയ്യാം. കൂടാതെ മൊബൈലിൽ നമുക്ക് ടൈമും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. മൊബൈലിൽ തന്നെ മാനുവലായിട്ട് ഓപ്പൺ ചെയ്യാം. അതെല്ലാം ബാക്ക് സൈഡിലാണ് ചെയ്തത്. ഫിൽറ്റർ ഇത് മോട്ടോർ ടാങ്കിൽ നിന്ന് വരുമ്പോ ഇതിൽ വന്നിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ടാങ്കിലേക്ക് പോണത്. ഫുള്ള് കച്ചറയും കാര്യങ്ങളും ഫുള്ള് തെളിഞ്ഞ വെള്ളം മാത്രം ടാങ്കിൽ പോകും. ഇങ്ങനെ വീടുകളിൽ ഓട്ടോമേഷൻ ചെയ്യുന്നോണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ്? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇത്രയും ഗാർഡൻ ഉണ്ട്, അത് നനയ്ക്കാനും പൈപ്പോ കാര്യങ്ങളോ വെക്കേണ്ട ആവശ്യമില്ല. മാത്രല്ല, ഇപ്പൊ ഗാർഡൻ ഇപ്പൊ ചില സ്ഥലത്ത് വെറും ചെടികൾ ഉണ്ടാവും. അപ്പൊ അവിടെ പോപ്പപ്പ് വെക്കാൻ പറ്റില്ല, ട്രിപ്പാണ് നടക്കുള്ളൂ, തുള്ളി നന. അങ്ങനെ വേണ്ടടുത്ത് അങ്ങനെ ചെയ്യും. അവിടെ പോപ്പപ്പ് വെച്ച് ആകെ കാടും പൊന്തയും വന്നിട്ട് പുല്ലുകൾ വന്നിട്ട് അതാകെ അലങ്കോലാവും. അപ്പൊ ഓരോ സൈറ്റിൽ ഏതാണോ ആവശ്യം അത് എക്കോസ്മാർട്ട് ചെയ്ത് കൊടുക്കും. വീടിന്റെ കോമൺ ടോയ്ലറ്റ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഈ ടോയ്ലറ്റ് ഓട്ടോമേഷൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആവുന്ന ഓഫ് ആവുന്ന ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചോദിച്ചറിയാം. അപ്പോൾ ഈ ബാത്റൂമിൽ കോമൺ ടോയ്ലറ്റ് ആണല്ലേ ഈ വീട്ടിലെ. അപ്പോൾ ഇവിടെ ഇതിന് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒറ്റയ്ക്ക് ഓഫ് ആവും ഓൺ ആവും നമ്മൾ ആള് വരുന്നതിനനുസരിച്ച്. ഇത് പകലാണോ രാത്രിയാണല്ലേ കൂടുതലായിട്ട് വർക്ക് ചെയ്യുക?
അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരാള് ഇവിടെ വന്നു കഴിഞ്ഞാല് ഒരാൾ വന്നിട്ട് ബാത്റൂമിൽ ലൈറ്റ് തപ്പിയിട്ട് എല്ലാ ലൈറ്റും ഓൺ ചെയ്യും. അപ്പൊ ഇതിന്റെ ആവശ്യം വരില്ല. ബാത്റൂമിൽ ജസ്റ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാല് കണ്ടോ ലൈറ്റ് ഓട്ടോമാറ്റിക് വർക്ക് ആവും. അവിടെ നിന്ന് ഇറങ്ങിയാണ്ട് നമുക്ക് ഇതിൽ ടൈം സെറ്റ് ചെയ്ത് വെക്കാം. ഇത്ര സെക്കൻഡ് ഒരാൾ ഇറങ്ങി കഴിഞ്ഞ് എത്ര സെക്കൻഡ് ആണോ അത്രയും സെക്കൻഡ് കഴിഞ്ഞാൽ ഇതാണ് ഇതുപോലെ ലൈറ്റ് അവിടെ വർക്ക് ചെയ്ത് കിടക്കുകയാണ്. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവും. ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് 8 സെക്കൻഡ് ആണ്. ഉണ്ടോ 8 സെക്കൻഡ് ആയി അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആയി. സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് എല്ലാ ബാത്റൂമിലും ഇങ്ങനെയാണ്. എല്ലാ ബാത്റൂമിലും ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഇത് ബാത്റൂമുകളിൽ മാത്രമല്ല നമുക്ക് വീടിന്റെ പുറം ഭാഗത്ത് ഇതേപോലെ നമുക്ക് സെൻസറുകൾ വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അതിൽ പാസ് ചെയ്യാണ്ടുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് വർക്ക് ചെയ്യിക്കാം, അതേപോലെ അലാറം വർക്ക് ചെയ്യിപ്പിക്കാം, ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യാം. സോളാറുമായി എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? എങ്ങനെയായാലും കണക്ട് ചെയ്യാം. മാത്രമല്ല ഇത് ഓട്ടോമേഷനിൽ വയേർഡ് ഓട്ടോമേഷൻ ആണത്. കാരണം കൂടുതൽ റേറ്റ് 1000 സംതിങ് റേറ്റ്. ഈ ഡോറ് വരുന്നത് സ്മാർട്ട് ലോക്ക് ആണ് കേട്ടോ. ഈ വീട്ടിലെ എല്ലാ ലൈറ്റുകളും അതേപോലെ തന്നെ കർട്ടൻസ് ഒക്കെ ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് ഒക്കെ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഒക്കെ പറ്റും. ഈ കർട്ടൻസ് ഒക്കെ ഇതുപോലെ തന്നെ ഭയങ്കര ഇത് ആക്കുന്നതിന് പകരം നമുക്ക് റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ വെച്ചും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ വീടിൻ്റെ കുറേ ഭാഗത്ത് പണികളൊക്കെ കഴിയാണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ വീട് ഹോം ടൂർ ചെയ്യുന്ന പോലെ ചെയ്തിട്ടില്ല. റൂമുകളിലൊക്കെ എപ്പോഴും വർക്ക് നടക്കാൻ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിക്കൊണ്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓട്ടോമേഷൻ ചെയ്ത ടീമിൻ്റെ എക്കോസ്മാർട്ടിൻ്റെ ഷോപ്പ് വരുന്നത് വണ്ടൂരാണ്. നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റും. ഓട്ടോമേഷൻ